ബ്ലൂബെൽസിലെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു ചെറിയൊരു ചടങ്ങിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് ചെറിയൊരു ഫംഗ്ഷനാണ്, അനിയത്തീനെ കൂട്ടിക്കൊണ്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗ് അതാണ്. അപ്പോൾ നമുക്ക് കാണാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയാണ്. അച്ഛനും അമ്മയും കൂടെ ബേക്കറി വാങ്ങാൻ കയറി. അപ്പം നമ്മൾ കുറേ നാളായില്ലേ ഒരു വ്ളോഗ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ഷോർട്സാണ് കൂടുതൽ ചെയ്യാറ്, വ്ളോഗ്സ് കുറവാണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓണമായിട്ട് പോലും ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അനിയത്തിയൊന്നും ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചു. പക്ഷേ അവിട്ടത്തിനൊന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അനിയത്തിൻ്റെ വീട് മേപ്പാടിയാണ്, സൂചിപ്പാറയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവളെ കൂട്ടിയിട്ട് വരിക. വലിയ ചടങ്ങൊന്നുമില്ല, ചെറിയൊരു ചടങ്ങ് അത്രേ ഉള്ളൂ. അമ്മമ്മ ബേക്കറിയിൽ ഫ്രൂട്ട്സ് വാങ്ങാൻ പോയതാണ്. ബ്രഹ്മഗിരി മലനിരകൾ എന്ന് പറഞ്ഞു. അനിയത്തിയുടെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിനായിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. അപ്പോൾ മേപ്പാടിയൊക്കെ കഴിഞ്ഞ് സൂചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ഞങ്ങൾ 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജിൻ്റെയൊക്കെ അവിടെ എത്തിയപ്പോൾ ആകെ വിഷമം തോന്നി. കാരണം നമ്മളെല്ലാവരും അറിഞ്ഞതാണ് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ. ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല, ടൂറിസ്റ്റ് വണ്ടികളൊന്നും കടത്തി വിടുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ വീടിൻ്റെ മനോഹരമായൊരു സ്ഥലത്താണ് കേട്ടോ വീട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മിന്നുവിൻ്റെ വീടിൻ്റെ അടുത്തെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്ക് കുറച്ച് ഇറങ്ങാനുണ്ട്. കല്യാണ സാരി ഉടുത്തിട്ടാണ് കേട്ടോ നമ്മുടെ ചടങ്ങ് 7ാം മാസത്തിലെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും മിന്നു കല്യാണ സാരിയൊക്കെ ഉടുത്ത് മിന്നുവിൻ്റെ മാമിമാരും ആൻറ്റിമാരും എല്ലാം ഒരുക്കി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വക കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, മേക്കപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മളെ ചടങ്ങിലേക്ക് അവരിങ്ങനെ എല്ലാവരും വിളിച്ചു. അപ്പോൾ മിന്നുവിനെ അവിടെ കൊണ്ടുപോയി ഇരുത്തി. ഇപ്പോൾ വളയിടുക, അതേപോലെ മഞ്ഞൾ കൊണ്ട് മുഖത്ത് തേക്കുക, അങ്ങനെയൊക്കെയുള്ള ചടങ്ങുകളാട്ടോ. മധുരം കൊടുക്കുക. അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസം, അവരുടെ സന്തോഷം മാത്രമാണ് ഈ ഒരു ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിളക്കും അതേപോലെ പലഹാരങ്ങളും എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലിരുന്നിട്ടാണ് ഈ ഒരു ചടങ്ങ് വരുന്നത്. വന്നവരെല്ലാം ആ ഒരു അമ്മയ്ക്കും അതേപോലെ കുഞ്ഞിനും മധുരം കൊടുക്കുക എന്നുള്ളതാണ്. അവരുടെ ഒരു ഹാപ്പിനെസ് മാത്രമാണ് ഈ ചടങ്ങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എല്ലാവരും ഇല്ലേ, നമ്മുടെ കുടുംബക്കാരെയും അതേപോലെ ഫ്രണ്ട്സും എല്ലാവരും വരുമ്പോൾ ഒരു മനസ്സിനൊരു സന്തോഷമല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും, ആ ഒരു ഗർഭിണിയായ പെണ്ണിനും അതേപോലെ തന്നെ കുഞ്ഞിനും കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കാരണവന്മാർ ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മളും അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ചടങ്ങും, അതിനു മുമ്പ് ഞാൻ വിചാരിച്ചത് എന്തിനാ ഈ ചടങ്ങൊക്കെ എന്ന്. പക്ഷേ അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതിന് എത്രത്തോളം നമുക്ക് സന്തോഷം ഉണ്ടാക്കി, അതേപോലെ അവൾക്ക് സന്തോഷം ഉണ്ടാക്കി എന്നുള്ളതൊക്കെ. അപ്പോൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. ഓരോരുത്തരും വന്നിട്ട് അവരുടെ അനുഗ്രഹങ്ങളും സ്നേഹവും മധുരമൊക്കെ അമ്മയ്ക്കും കുഞ്ഞിനും കൂടെ പകർന്നു കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ചടങ്ങായിരുന്നു, സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു ചടങ്ങിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാവണം. അപ്പോൾ ചടങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രമോദിൻ്റെ അമ്മമ്മയാണ് ഈ ഒരു ചടങ്ങിൽ മധുരം കൊടുക്കുന്നത്. അപ്പോൾ അമ്മമ്മയാണ് കേട്ടോ, അവിടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ അമ്മമ്മയാണ്, അമ്മയും അച്ഛനും ഇല്ലാത്തപ്പോൾ അമ്മമ്മയാണ് അവർ ജോലിക്ക് പോകുമ്പോൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇത് പ്രമോദിൻ്റെ അമ്മയാണ്. ഇപ്പോഴാണ് ഓക്കെ അത് പപ്പ വന്നോന്ന് ഇല്ല ഒന്നും തമാശ പറഞ്ഞു.
കുട്ടികൾക്ക് ചോറ് പോകുമ്പോ കുറച്ച് പാക്കറ്റ് ആക്കാനും പറഞ്ഞിട്ടുണ്ട്. മോളെ പാറ് കാണണ്ട, അല്ല ഈ തിന്നണൊക്കെ പാറ് കാണണ്ട. ഏതാ എടുക്കണ്ട്? ജിലേബി ജിലേബി ഇങ്ങോട്ട് നോക്ക്. ഫോട്ടോ വിട്ടേര് ഒരു ഫേഷ്യൽ ചെയ്തു. ഒരു 5 പത്ത് കൊടുത്താ ഇതൊക്കെ തിന്ന് വയറിറങ്ങി ഈ ബിരിയാണി അതൊക്കെ തിന്നോളൂ. യൂട്യൂബറിനെ ക്യാമറ നോക്കി പഠിപ്പിക്കണ്ടല്ലോ. അത് ഞാൻ ചെയ്യാൻ ഇങ്ങോട്ട് നോക്കി, ഏറ്റവും കൂടുതൽ ചേച്ചിയാണേ. ഇങ്ങോട്ട് നോക്കി. മൂക്കില് 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 വേണ്ടാത്ത നോക്കി അവൻ തരുള്ളൂ. കുറച്ച് മതി. അവൾക്ക് കുഴപ്പമില്ലാന്ന്. ഇത് ഫേഷ്യൽ ചെയ്യുന്ന പോലെ. ആ അതാണേ. പിന്നെ അവിടെ ഇനി സ്ഥലമുള്ളൂ. എല്ലാവർക്കും കൈ അതൊന്നും ആരും കൊടുത്തില്ല. ഇനി അരി ഉണ്ടോ വേറെ ആരും കൊടുക്കാത്തത്? ഇരിക്കി തിന്നല് കാണുമ്പോ പറയില്ല കേട്ടോ. നാളെ ഷുഗർ ടെസ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ ഞങ്ങള് ഇങ്ങനെയൊക്കെ കട്ടി കഴിച്ച് മൊത്തം തിന്ന്. ഇതാണ് ഫോട്ടോ എടുക്കുമ്പോ കഴിക്കല് മാത്രം ആ കുഞ്ഞിന് കാലുള്ള ചിക്കൻ അതാ വലിയ കാല് കണ്ടോ. കാല് ഒടിയാത്ത കാല്. ഇവിടെ ഒന്നും വിളമ്പരുത്. ഇനിയും കഴിച്ചു തുടങ്ങും. ആരെങ്കിലും ഒരാള് പോവാൻ ഇല്ല, അമ്മ കുറച്ചുകൂടി അപ്പോഴേക്കും ഇങ്ങോട്ട് വിളിച്ചോണ്ട് ഭയങ്കര സങ്കടത്തോടെ അറിയുന്നില്ല. അപ്പത്തേക്കും കുഞ്ഞ് ഇതൊക്കെ തിന്നിട്ട് പപ്പേനെ കാല് പ്ലേറ്റ് മാത്രമേ കാണിക്കാവൂ കേട്ടല്ലോ. എന്നിട്ട് പപ്പ പോകുമ്പോ ഒരു സാധനം തരും, ഒരു സാധനം തരും. ആ മൊത്തം ചോറ് തിന്ന കേട്ടോ. ആ ഇവർക്കൊന്നും കൂട്ടൂല, കുഞ്ഞിന് മാത്രം. പാത്തുക്കുട്ടിന് മാത്രം കേട്ടോ. ഇനി പ്രാർത്ഥനയ്ക്ക് ചൊല്ലി തിന്നതിന് മുമ്പ്.
ഞങ്ങൾ മേമെ കൂട്ടിട്ട് വീട്ടിലേക്ക് പോവാണ്. മേമയെ കൂട്ടാൻ വന്നതാ. പോയാലോ നമുക്ക്? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ചടങ്ങും കൂടെ ഉള്ളൂ. അച്ഛനും അമ്മമ്മയ്ക്കും ഒക്കെ ദക്ഷിണ കൊടുക്കുക. ദക്ഷിണ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉടനെ ഇറങ്ങായി കേട്ടോ. ആദ്യം അമ്മമ്മയ്ക്ക് കൊടുത്തു, അതിനുശേഷം അച്ഛന് കൊടുത്തു, പിന്നെ അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു. ഇനി നമ്മൾ ഇറങ്ങുകയാണ്. വേറെ ചടങ്ങുകളൊന്നുമില്ല. ഇനിയിപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഇറങ്ങി അങ്ങ് പോകണം എന്നാണ് രീതി. അപ്പോൾ അങ്ങനെ ഇറങ്ങി എല്ലാവരും കൂടെ വണ്ടിയുടെ അടുത്ത് വരെ കൊണ്ടുവിടും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചടങ്ങ് വരുന്നത്. അപ്പോൾ താങ്ക് യു ബൈ. സീ യു. ഫോണൊക്കെ എടുത്തില്ലേ? എല്ലാവരോടും ഞങ്ങൾ ഇറങ്ങുകയാണ്. ഒക്കെ നിന്റെ കൂടെ തന്നെ ഉണ്ട്. എങ്ങനെയാ പാപ്പ? അല്ല പാപ്പ വാങ്ങിയ മുട്ടായി എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? നോക്കാം. ലോക്ക് ചെയ്ത് ഞാൻ വീഡിയോയും പിടിച്ചു നിൽക്കാം. എന്തായാലും 2-2.5 മണിക്കൂർ ഇതുപോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ, തുറന്നില്ല. പോവണ്ട, നാളെ കൊണ്ടാക്കവാ. പ്രവീൺ അങ്ങനെ പറഞ്ഞ അവള് നിക്കുകയും ചെയ്യൂട്ടോ. ഇപ്പൊ പോവണ്ട, വേണ്ട, വാ. നല്ല കിടപ്പാണ്. മേമന്റെ തടി ഉടനെ അങ്ങനെ ഞങ്ങൾ ഫങ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി. ഒരു 2 മണിയോടെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ വീട്ടിൽ തിരിച്ച് കയറാനും സമയമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇതിലിങ്ങനെ യാത്ര ചെയ്തു പോന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വയനാട്ടിലെ ഏറ്റവും നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു സൂചിപ്പാറ, മേപ്പാടി ഒരു ഭാഗം. ഒരുപാട് റിസോർട്ടുകളും അതേപോലെ സിപ്പ് ലൈനും അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള ഒരുപാട് നമുക്ക് അറിയാം. സൂചിപ്പാറ വാട്ടർഫോൾസൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവങ്ങളും അറിയാം. നമുക്ക് എത്ര വന്ന് കണ്ടാലും ഒരു പുതുമ നൽകുന്ന, കണ്ണിന് എന്താ പറയുക, കുളിർമയേകുന്ന ഒരു കാഴ്ചയാണ് ഈ ഒരു സ്ഥലം നമുക്ക് തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി. അവിടെ ഒരു മണ്ണിളകി കിടക്കുന്ന സ്ഥലം കാണാം. അവിടെയാണ് നമ്മുടെ ഈ അപകടത്തിൽ സംഭവിച്ചവരെയൊക്കെ അവിടെയാണ് അടക്കിയിട്ടുള്ളത്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഇവിടെ അടച്ചു കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പം ഇനിയും വയനാട് ടൂറിസത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ വയനാടിന് പുറത്തുള്ളവരെല്ലാം വയനാടിനെ ഒറ്റപ്പെടുത്തരുത്, വയനാട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരണം. അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തൂടെ പോയപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. നമ്മളപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ വിളക്ക് കൊടുത്ത് വീടിൻ്റെ അകത്തേക്ക് കയറ്റുന്ന ഒരു ചടങ്ങും കൂടെ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വേണം, എല്ലാവരുടെയും പ്രാർത്ഥന വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മൾ വീട്ടിലേക്ക് വന്ന് കയറി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു വ്ളോഗിൽ കാണുന്നത് വരെ ബൈ.